ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അനക്ക് ഇഷ്ടം പോലെ ഗ്യാപ്പ് കിടക്കല്ലേ? പിന്നെ അപ്പൊ ഞങ്ങള് കൊറേ ദിവസം ഒരു ഫാമിലി വ്ലോഗ് ആയിട്ട് വന്നിട്ടാ. അതെ, അതും ഇതൊക്കെ വാരി വലിച്ചിടല്ലേ. ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ് അല്ലേ? എന്താക്കണേ? ഒരു സ്പെഷ്യലി സാധനമാണ്. അതായത് മഴക്കാലം തുടങ്ങാൻ പോവാണ്. മഴക്കാലത്തെല്ലാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മഴക്കാലല്ല, ചക്കക്കാലാണ്. ചക്കക്കാലം മഴക്കാലത്തല്ലേ? മഴക്കാലം എത്തിന്ന് വിശ്വസിക്കാൻ പറ്റൂലേ? എത്തി. അത് ശരിയാ, മഴ എപ്പോഴും നിക്കൂലേ? എപ്പോഴും ചിലപ്പോ ഉണ്ടാവൂല. ഇന്ന് പെയ്തിക്കണ ചിലപ്പോ ഇനി കുറച്ച് ദിവസം പെയ്യണമെന്നില്ല. കാലാവസ്ഥ എങ്ങനെ? ചക്കയുടെ സീസണാണ് ആവാൻ പോകുന്നത്. കാലാവസ്ഥ പറയും ചൊവ്വാഴ്ച മഴയും ബുധനാഴ്ച മഴയും. ചൊവ്വാഴ്ച ബുധനാഴ്ച മഴ ഉണ്ടാവില്ല. മഴ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചക്കക്കാലാണ്. ചക്കക്കാരാണ്. ചക്ക ഇപ്പൊ കിട്ടാനില്ല. പക്ഷെ ഈ ഇവിടെ ഞങ്ങക്ക് ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിലും കയ്യിൽ പെട്ടിറച്ചി ഞങ്ങക്ക് ഇവിടെ ചക്ക കൂട്ടാൻ വെക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് ഒരു വലിയ ചക്ക കൊടുന്നു തന്നിട്ടുണ്ട്. അപ്പൊ അതായിട്ട് കൂട്ടാൻ വെച്ചിക്കണ്, കൂട്ടാൻ വെക്കാൻ നിക്കാണ്. അപ്പൊ അതിക്ക് ഞാൻ ഇതിന് മുന്നൊരു കുഞ്ഞു ചക്ക കിട്ടിയപ്പോ ഞാൻ പറഞ്ഞത് ഇറച്ചിയും പെട്ടിറച്ചിയും പൂളി ഉണ്ടാക്കണമെന്ന്. നാളെ ഞാൻ കൊടുന്നതിന്റെ. പിന്നെ ആ സംഭവം ഇതുവരെ കണ്ടിട്ട് ഇന്നിപ്പോ പെട്ടിറച്ചി കൊടുന്നു. പണിക്ക് പോകുമ്പോ ഒഴിവ് കിട്ടൂല. നമ്മളെ പണി ഫ്രീ ആയി വരുമ്പോ പെട്ടിറച്ചി കഴിയും. പെട്ടിറച്ചി നിങ്ങൾ മനസ്സിലായില്ലേ? എന്താണ്? ബോട്ടി. മലപ്പുറം ജില്ലയിൽ പെട്ടിറച്ചി. അതെ അതെ, ഞങ്ങൾ പെട്ടിറച്ചി എന്ന് പറയാം. ഉള്ളു ഭാഗത്തൊക്കെ പോത്തിന്റെ പെട്ടി. അതെ, പക്ഷെ പെട്ടിറച്ചിയും ചക്കയും എന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷൻ ആണ് അല്ലേ? കഴിക്കേണ്ടത് തന്നെയാണ്. ഏതായാലും ഇന്ന് എങ്ങനെ ഉണ്ടാക്കണെന്ന് നിങ്ങൾക്ക് കാണട്ടെ. അപ്പൊ പറയാനുള്ളൊക്കെ പറഞ്ഞു അവിടെ കേക്കട്ടെ. അത്രേ ഉള്ളൂ. അത് ഉണ്ടാക്കണേ, അതിന്റെ കുറച്ച് വിശേഷങ്ങള്. പക്ഷെ കൈ തൊട്ടീന്നാ നല്ല മണം. ഞാൻ കവർ കഴിച്ചിന്ന്. അപ്പൊ ഏതായാലും നല്ല പെട്ടിറച്ചി, നല്ല കട്ടിങ് കാനുള്ള പെട്ടിറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ വീട്ടില് ഞാന് ജനിച്ച മുതൽ എന്റെ ഉപ്പാക്ക് ഇറച്ചിപ്പണിയാണ്. ഇറച്ചിപ്പണി, കന്നച്ചോടം, മുറ്റത്ത് ചാണം ഉണ്ടാവും. എന്താ പറയാ, ഞങ്ങൾ ആ ഒരു രീതിയിൽ വളർന്ന അതില് വളർന്നതാണ്. അപ്പൊ ഞങ്ങക്ക് എന്താ പറയാ, ചാണം ഇതൊന്നും വലിയ വിഷയമല്ല. അപ്പൊ ഇവനെ അതേപോലെ ചെറിയതായെന്ന് കുട്ടാട്ടക്ക് പോണേ ഞാനാണ്ടില്ല, എനിക്ക് എന്റെ മേത്ത് ചാണാവും. ഇമ്മ ഇറച്ചിപ്പെട്ടി കൊടുന്നിക്കണേ. പെട്ടിറച്ചിക്ക് ഇപ്പം പറഞ്ഞു ഇറച്ചിപ്പെട്ടി നട്ടാ. അതാണ് തപ്പൻ. ഭയങ്കര കുറവാണ്. അപ്പൊ പെട്ടിറച്ചി വൃത്തിയാക്കലൊക്കെ കാണിച്ചു കൊടുക്കൂലേ? ചില ആളുകളൊക്കെ പറയും, ചില നമ്മുടെ സഹോദരന്മാർക്കൊക്കെ വിചാരം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അറിയുന്നവർക്ക് സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്ത് വേണേ കൊടുത്തു, കൊടല് കൊടുന്നാണ് ഞാൻ നന്നാക്കി. എന്ത് കൊടല് എന്നാ പറയാ? കൊടല്, മുലക്കൊടല്. ഏതായാലും കൊടല് മാല മുഴുവൻ കൊടുന്നതാണ് ഞാൻ നന്നാക്കിയാണ് ഞാൻ ഉണ്ടാക്കും. ഞങ്ങള് നന്നാക്കി ഉണ്ടാക്കി തിന്നീന്ന ആൾക്കാരാണ്. ഇപ്പൊ പിന്നെ ഇവരെ അടുത്ത് വന്നതിന് ശേഷം ഇവർക്കൊക്കെ പെട്ടിറച്ചി കൊടല് എന്നൊക്കെ പറയുമ്പോ ഉണ്ടാക്കി കൊടുത്ത് നല്ല ടേസ്റ്റ്. ചോറ് തിന്നും പോലെ തിന്നും. ഞങ്ങള് എന്നാലും കൊടലും ചക്ക, പൂള, എല്ല് തിന്ന് എന്താ പറയാ, ഞങ്ങക്ക് സ്ഥിരം പണിയാണ് ഈ കാരണം. ഞാന് പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ മാളുവിന്റെ വീട്ടിൽ കാണി ചെല്ലുമ്പോൾ രാത്രിയൊക്കെ തരല എന്താ പറയാ, കൂടുതൽ ഈ തലച്ചോറില്ലേ അതുണ്ടാക്കിയത് എന്ത് ടേസ്റ്റ് ആയി കാര്യം എന്താ പറയാ. തലച്ചോറ്, അതുപോലെ തന്നെ ഔത്തിറച്ചി, പിന്നെ പശു ഉണ്ടാവട്ടെ അവിടെ വീട്ടില്. അപ്പൊ ഇഷ്ടം പോലെ പച്ചവെള്ളം കുടിക്കും പോലെ പാല് കുടിക്കും ഞങ്ങള് രാത്രി. നല്ല രസം. അങ്ങനെ ചെമ്പട്ടിയിൽ കാച്ചിട്ടുണ്ടാവും. അതിന് ഇങ്ങനെ തള്ളക്കയിലായിട്ട്, തള്ളക്കയിൽ വെച്ചാല് ഞങ്ങളുടെ തള്ളക്കയിലായിട്ട് വലിയ കയ്യില് അതിന് മുക്കി കുടിച്ചു ഇങ്ങനെ മുക്കി കുടിക്കലാണ്. ക്ലാസ്സൊക്കെ ഒന്നും എടുക്കൂല. അങ്ങനെ പാലുണ്ടായിരുന്നു. ഇവർക്ക് വിരുന്നിടുമ്പോഴൊക്കെ വലിയ ക്ലാസ് ഉണ്ട് കേട്ടോ. എന്താ പറയാ, ഒരു പച്ച ഗ്ലാസ് ഇത്ര വലിപ്പമുള്ള അതിനൊരു ഗ്ലാസ് പാലൊക്കെ കൊടുന്നു കൊടുക്കും. എപ്പോഴും പറയുന്നോട് അന്നിച്ച് പാല് കൊടുന്നീതിലാണ്. ഇന്നലെ ഇപ്പൊ ആ തൊത്ത് തന്നെ പൊലിച്ചേക്കണ് റോഡൊക്കെ റെഡിയാക്കാനും വേണ്ടിട്ട്. പെരീത്തെ വലിയ നീളം തൊത്തേന്ന് അതിൽ ഇഷ്ടം പോലെ പശുവും. ഇപ്പൊ എങ്ങനെ കൊണ്ടുവരും പശുവിനെ. തൊത്തിലൊന്നും കന്ന് പോയിട്ടുള്ളൊരു നേരം ഉണ്ടായിരുന്നില്ല. അത്രക്കും രസമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. കുട്ടിമോനെ എന്തെങ്കിലും സൈലന്റ് ആണ്. അപ്പൊ ഓന് SLC ജയിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? 3 A+, 3 B+, 3 B, 1 A. എന്തില്ല ചിലരൊക്കെ ചോദിച്ചിരുന്നു 3 A+നൊക്കെ എത്ര വലിയ ഇതിലുണ്ട്. പക്ഷെ നമ്മളൊക്കെ 80-85% മാർക്കുണ്ട്. ഒന്നുമില്ലാത്തവര് കുട്ടികള്. അപ്പൊ അവർക്ക് എന്ത് ടെൻഷൻ ഉണ്ടാവും, നമുക്കൊന്നും കിട്ടിയില്ലല്ലോ. ഭയങ്കര സംഭവമാണ്. നമുക്ക് ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ ഈ പെട്ടിറച്ചി ഏത് രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത്, എത്ര ഈസി ആയിട്ട് ചെയ്യാം പെട്ടിറച്ചി പൂള ഉണ്ടാക്കാനൊക്കെ. അതെ, അത് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ നേരിട്ട് കണ്ടോളൂ.
അപ്പോൾ നിങ്ങളെല്ലാം പെട്ടിറച്ചൊക്കെ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കണം, ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യൽ, ഇങ്ങനെ ഉണ്ടാക്കൽ, ഇങ്ങനെ ക്ലീൻ ചെയ്യൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നോടത്ത് ഓടി വന്നാണ് ഇൻട്രോ പറയാനേ. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഒരു വെറൈറ്റി വിഭവം തന്നെയാണ്, നല്ല കോമ്പിനേഷനാണ് പെട്ടിറച്ചിയും ചക്കയും. അപ്പോൾ നമുക്ക് ഇവിടെ പോവാം. ചക്ക ഞാൻ അരിഞ്ഞാണ് ഇന്നലെ കുറച്ച് ചക്ക ഉണ്ടാക്കി. അരിഞ്ഞാണ് ഞാൻ ഫ്രിഡ്ജ് വെച്ചത്. എന്താ വെച്ചാല് പഴഞ്ചക്ക എപ്പോഴും കൂട്ടാൻ വെക്കേണ്ടത് പഴഞ്ചക്ക ആയിട്ടാ. വരിക്കച്ചക്കനെക്കാട്ടി ടേസ്റ്റിനാണ് പഴഞ്ചക്ക ആയിട്ട് കൂട്ടാൻ വെച്ചാൽ. പഴഞ്ചക്ക പച്ചട്ടാ നല്ല ടേസ്റ്റാണ് കയറി ഉണ്ടാക്കിയത്. അപ്പൊ അല്ലിങ്ങനെ എന്താ പറയാ പൂള വേവിച്ചേക്ക് പോകും. നല്ല പൊടി ഉണ്ടാവും, നല്ല പൊടി ഉണ്ടാവും, നല്ല രസമാണ്. അപ്പൊ പഴഞ്ചക്കയാണ് പുറത്ത് വെച്ച് എളുപ്പം പുളി പിടിക്കാന്ന് വെച്ചാൽ പൂക്കണിന് മുന്നുണ്ടല്ലോ മാങ്ങ ചെനക്കാറിനേക്ക് ഇതും അതേപോലെ ഒരു ചെറിയ മധുരമായി വരും. പാവ് വെച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇന്നലെ എല്ലാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ അരിയുണ്ട്. അതിന്റെ മുന്നേ ഏറ്റവും വലിയ ഇതാ നമ്മുടെ താരം അല്ലേ. നല്ല പണിയുണ്ട് ക്ലീൻ ചെയ്യാൻ. അതാ ഈ നെയ്യ് ഇതാ ഇത് മുഴുവൻ തീമെന്ന് എടുക്കണം. അങ്ങനെ തൊളി ചെയ്യണ്ട. അതെ, അവ എത്ര ഒരു അരക്കിലും പോകും തീമല്ലേ വേസ്റ്റ് ആയിട്ട്. ഇത് ഏകദേശം 2 കിലോ ഉണ്ട്. അരക്കിലോ പോയാലും 1.5 കിലോ ഉണ്ടാവും. സത്യം പറയട്ടെ, ഞാൻ ഇവിടെ എൻ്റെ ഭാര്യയാണെങ്കിലും മാളും അണിച്ചിട്ട് പറയില്ല. കാരണം ഇവരെ വീട്ടിലൊക്കെ വരും. ഇവരെ ഉമ്മ എന്ന് വെച്ചാൽ നമ്മളെ ഉമ്മ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫുഡാണ് ഉണ്ടാക്കുക. കാരണം ഈ ഇറച്ചി ഐറ്റംസൊക്കെ പ്രത്യേകിച്ചും. കാരണം അവരെ വീട്ടിൽ ഈ മുമ്പേ ഈ അറവും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് മുമ്പേ ഇങ്ങനത്തെ ഇറച്ചി ഐറ്റംസൊക്കെ ഉണ്ടാക്കി ശീലമുള്ളതുകൊണ്ടും അല്ലേ. അന്നേ പിന്നെ മാളുവിന് ശീലമായി. അതുകൊണ്ട് പെട്ടിറച്ചി ഇങ്ങനെ ഉണ്ടാക്കിയാൽ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആകെ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞ സംഭവം ബീഫാണ്. അതെ, ബീഫ് തേങ്ങ അരച്ച കറിയില്ല, അടിപൊളിയാണ്. ബീഫ് പെട്ടിറച്ചി ഉണ്ടാക്കിയതാ, ഒന്നും പറയാനില്ല. അടിപൊളി. മാത്രമല്ല ബാക്കിയൊക്കെ ഇവരെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പഠിച്ചതാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുത്താണ്. അല്ലല്ല കൊറേ ഏകദേശം അറിഞ്ഞത്. പിന്നെ നല്ല മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു അല്ലേ. ഞാൻ ഇന്ന് വീഡിയോയിൽ കാണില്ല, നീർന്ന് പിന്നെ എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷെ നല്ല കൈപ്പുണ്യം ഉണ്ടാവും. ഇവിടെ ഉമ്മാന്റെ കൈപ്പുണ്യം ഒക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഇവരോട് പറച്ചിലാണ് അത് കുറച്ച് കൊളാക്കി ഉണ്ടാക്കി എൻ്റെ തടി കൂടി വരികയാണ്, ഭക്ഷണം കൊളാക്കി ഉണ്ടാക്കി ഇങ്ങനെ പറയലാണ് ഞാൻ അല്ലേ. കൊളാക്കി ഉണ്ടാക്കി ഞാൻ തിന്നൂല അധികം. ഇത് അടിച്ചു കയറ്റല്ലേ, ഒരു രക്ഷയില്ല. ഈ വയറ് ഈ തലക്ക മുട്ടീൻ്റെ ശേഷമാണ് ഞാൻ എണീക്കേ. അതുകൊണ്ടാണ് ഇതിപ്പോ ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് മക്കളും അതെ അത് പലരും മനസ്സിലാക്കിയ കൊള്ളാം. തിന്ന് കഴിഞ്ഞാണ്ട് പിന്നെയും രാവിലെ വേണം നിങ്ങൾ ഇന്നലെ എനിക്ക് എടുത്തില്ല മുഴുവൻ തിന്നയിച്ചാ ഓനക്ക് എത്ര കൊടുത്താ അത് പറ്റില്ല. അപ്പൊ ഇത് ഇങ്ങനെ തൊലിച്ച് ഈ നെയ്യൊക്കെ ഇങ്ങനെ എടുക്കും. അതില്ലേ ഒഴിവാക്കണം. അതിന്റെ ഉള്ളിലൊക്കെയാണ് നെയ്യ് ഉണ്ടാവുക. ഇതൊക്കെ കൂടി പള്ളിക്കട ചെന്നാണ്ടല്ലോ കഴിഞ്ഞു. അറ്റാക്ക് നേരെ അൽമാസ് 1.5 ലക്ഷം. പിന്നെ ഈ നെയ്യ് പൊളിച്ചൊന്നും പോവില്ല. ആക്കത്തിൽ ഇങ്ങനെ നമ്മളെ ഇതിന്റെ ഉള്ളിൽ പോയി അടി ഇങ്ങനെ കാക്കട്ടെ അല്ലേ. പക്ഷെ ഇത് ചെയ്യൽ എന്താ വെച്ചാൽ ഇത് ഇത്രയും ക്ലീൻ ചെയ്യുന്ന നെയ്യൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇത് പിന്നെ അതെ ഇവര് നുറുക്കി ചെറിയ പീസാക്കി നമ്മളെ ഇറച്ചി മുറിക്കും പോലെ മുറിച്ചിട്ട് നല്ല കുക്കറിലിട്ട് അടിപൊളിയായിട്ട് നല്ല തിളപ്പിച്ചിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ശുദ്ധമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിട്ടാ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ ഈ പെട്ടിറച്ചി ഇതാ നമ്മള് ഇതിനും അല്ലാതെ ഇത് പിന്നെ നല്ല വൃത്തിയുണ്ട്. ഈ നിലത്തൊക്കെ ഇട്ടിട്ട് ഈ ഇറച്ചി വെട്ടണ മുട്ടില്ലേ അതിമത്തെ കച്ചറ മുഴുവൻ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ വരണ്ടിട്ട് ഓലക്കൊടിന്റെ കഷ്ണം ഇറക്കണ്ടത് കാണൂല. അതൊക്കെ പെട്ടെന്ന് പോവാത്തോണ്ട് നമ്മളെ വയറ്റിക്ക് നേരെ മരത്തിന്റെ കഷ്ണങ്ങളൊക്കെ തീമണ്ട് മുട്ടിന്റെ നമ്മൾ കാണൂല. അപ്പൊ നമ്മള് കത്തിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ക്ലീൻ ചെയ്ത് കളയണം. അപ്പൊ പെട്ടിറച്ചി കഴിക്കണവരൊക്കെ ഒന്ന് കമന്റിലൂടെ വരണം കേട്ടോ. കമന്റിലൂടെ അറിയിക്കണം ഞങ്ങൾ ഇങ്ങനെ ചെയ്യാല് അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് ക്ലീൻ ആണെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ ചെറുതായിട്ട് നുറുക്കാനുള്ളൂ. ബാക്കിയെല്ലാം ഇനി കുറച്ച് അത്യാവശ്യം പണിയുള്ള തന്നെയാണ്. പക്ഷെ ഇവരിത് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ഇവർക്ക് പ്രയാസം ഇല്ല അല്ലേ. ഇഷ്ടമുള്ള സംഭവങ്ങളാകുമ്പോ നമുക്ക് അതെ അത്ര പ്രയാസം ഉണ്ടായാലും അത് കുഴപ്പമില്ലാതെ ഇഷ്ടമില്ലാത്ത സംഭവങ്ങള്
എനിക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ ഇതമ്മ വെച്ചാല് കുഞ്ഞ് ചെമ്മീൻ കൊണ്ടുപോകും. ഇത് തൊലിച്ചുണ്ടാക്കാൻ കുറേ നേരാണ്. പൊതുവെ എനിക്ക് ചെമ്മീൻ ഇഷ്ടമല്ല. അപ്പൊ കുഞ്ഞ് ചെമ്മീനോട് കൊണ്ടുവന്ന എന്താണ് ഈ അവസ്ഥ? ഇഷ്ടമല്ല. മേലിലൊക്കെ കൊണ്ടുവരുന്നത് അറിയാം ഞാൻ. പക്ഷെ പാവല്ല, ഞാൻ പറയില്ലട്ടെ മേലിൽ കൊണ്ടുവരുന്നത്. ആയിക്കോട്ടെ നിങ്ങൾ കൊണ്ടുവന്നോണ്ട് ഞാൻ തൊലിച്ചു തരാന്നറിയും. പാവം തോന്നും. പക്ഷെ നമ്മള് അങ്ങനെ കൊടുന്ന നിങ്ങൾ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. ചെറിയത് തോല കുറേ നേരമല്ല തൊലിക്കാനേ. എന്താ വെച്ചാൽ ചിലപ്പോ ഈ വൈകുന്നേരം നേരത്തൊക്കെ ആദായത്തിൽ കിട്ടുമ്പോഴേ കൊണ്ടുപോകും. പിന്നെ മക്കൾക്ക് അഞ്ചിലെ ചെമ്മീൻ നല്ല ഇഷ്ടം. ഇവിടെ അവര് ഇരുന്നാണ് നല്ല തീറ്റൊന്നും. മുമ്പൊന്നും ഞാൻ ചെമ്മീൻ കൂട്ടണ എന്നോട് അണ്ടി നിൽക്കുന്നതായിരുന്നു. അങ്ങനെ തിന്നതാണ്. അപ്പളേ ചെമ്മീൻ കൊണ്ടുവരുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെമ്മീൻ കൊണ്ടുവരുമ്പോ ചുളിവ് കിട്ടുമ്പോ കൊണ്ടുവരുന്നതാണ്. വലിയ വിലൊന്നും കൊടുക്കാത്ത രീതിയിൽ കൊണ്ടുവരുമ്പോ കുറെ കഴിയുമ്പോ ഇങ്ങനെ ചട്ടിനി പാത്രത്തിന്റെ ഒക്കെ സൗണ്ട് കുറച്ച് സ്ട്രോങ്ങിൽ അടുക്കളയിൽ നിന്ന് കേൾക്കാം. അപ്പൊ മനസ്സിലാവും ഇത് പാളി മോനെ, ചെമ്മീൻ ചെറുതായി. പക്ഷെ എത്ര ക്ഷമിച്ചാലും ആള് നേരെ അടുക്കളന്റെ പുറത്തേക്ക് ഒരു പലക ഇട്ട് അവിടെ ഇരുന്ന് കണ്ട് ഫുള്ള് ക്ലീൻ ചെയ്തുണ്ടാക്കും ഒറ്റയ്ക്ക്. ആരും ഹെൽപ്പ് ചെയ്യാൻ പോലും ഇല്ലല്ലോ. ഞാൻ ഇടക്കൊന്നും പൊടി എനിക്ക് ഒരു ലെവൽ ഇട്ടൂല. ഞാൻ പറയുന്ന അറിയില്ല. അപ്പൊ ഇതിന്റെ മുറിക്കും. പിന്നെ ഞാന് ഫുള്ള് ഇതുപോലെ അടുക്കളയിൽ ഫുള്ള് ഹെൽപ്പ് ചെയ്യും അല്ലേ? ചെയ്യും. അപ്പൊ അങ്ങനെ എല്ലാരും ജസ്റ്റ് നമ്മള് വെറുതെ ഞാൻ പറഞ്ഞ വാണിന്ന് മുറിക്കോന്ന് പറഞ്ഞേ. അത് നമ്മള് ആണുങ്ങൾ മോറുമ്പോ കുറച്ച് വെള്ളം അങ്ങോട്ട് പുറത്തേക്കൊക്കെ കഴിക്കുമ്പോ ആവൂലേ? ഇവരെ മാതിരി അത്ര എക്സ്പീരിയൻസ് നമുക്കില്ലല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ഫ്രീ ആയിരിക്കുമ്പോ നിങ്ങൾ ഭാര്യമാർ ഇതുപോലെ ഒന്ന് സഹായിച്ചോണ്ടിട്ടാ. ഞാൻ ഇനി അല്ലേ സഹായിച്ചോണ്ടി. ഇനി ഞാൻ അത് പറഞ്ഞിട്ട് ഏതെങ്കിലും ഭാര്യമാരെ നിങ്ങളെ പിടിച്ച് കൊടയോന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെയാണ് പെട്ടിയർച്ചി ക്ലീൻ ചെയ്യല്. ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരട്ടെ. ഉണ്ടാക്കണത് കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഇങ്ങനെ ബോറടിപ്പിക്കണ്ടല്ലോ ഈ കാട്ടിക്കൊണ്ട്. അതെ, ഇനി നുറുക്കി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാം. അറിയണോല് പറയാം ഇതൊക്കെ സംഭവം. സിമ്പിളാണ്. അപ്പൊ ഇനി ചക്ക അരിയാനുണ്ട്, ഇത് നുറുക്കാനുണ്ട്, ഇതെല്ലാം ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നില്ലേ. അപ്പൊ വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടണ്ട. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്, ഉടനെ തന്നെ വരട്ടാ. ഇവിടെ ഫുള്ള് ഇങ്ങനെ ഇതാ, ഇതൊക്കെ ഫുള്ള് തൊലിച്ചുണ്ടാക്കാണ്. ആ മുട്ടിന്റെ അമ്മക്ക് ആ നിലത്തിട്ട് കാണുള്ള ചളി ഉണ്ടാവും. അതൊക്കെ ഈ തൊലി ഇങ്ങനെ തൊലിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പോരും. ഇത് സിമ്പിൾ ആണ് അറിയുന്ന ആളുകൾക്ക്. അറിയാത്തവർക്ക് 1-2 പ്രാവശ്യം ചെയ്യുമ്പോ ശരിയാവും ചെയ്യും. ചിലവരെന്താ ചെയ്യലറിയോ, ഇവിടെ കൊണ്ട് അരിഞ്ഞാണ്ട് കളയും. ഒരിക്കലും ചെയ്യരുത്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചുരണ്ടിങ്ങാണ്ടൊക്കെ കളഞ്ഞിട്ടില്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിയട്ടെട്ടാ അല്ലേ. ഈ ഫാറ്റില്ല ഇത്രയും നെയ്യ് ഊരിയതാണ്. 2 കിലോയിൽ ഇത്രയും നെയ്യ് പോന്ന് കുടലാണ് ഇതൊക്കെ ഈ കാണുന്നില്ലേ. ഇതെല്ലാം കുടലാണ്. ഇതെല്ലാം ഇപ്പൊ ക്ലീനിങ് കഴിഞ്ഞാണ്. ഇതെല്ലാം ക്ലീൻ കഴിഞ്ഞല്ലേ. അതിങ്ങനെ നിറച്ച് കവർ ചെയ്ത് കാണ്ട് നെയ്യായിരുന്നു. അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. അതെ. അപ്പൊ നമ്മൾ 2 കിലോ വാങ്ങിയാലേ ഇത്രയും നല്ല സാധനം ക്ലീൻ ചെയ്ത് കിട്ടി. ഇത്രയും വേസ്റ്റ് ആയിട്ട നെയ്യ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ 2 കിലോ വാങ്ങിയാൽ നമുക്ക് ഒരു 1.5 കിലോനൊക്കെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഇതുപോലെയാണ് ചുരണ്ടി കളയലല്ലേ. ആ കുടലും ഇതേപോലെ ചുരണ്ടാണ്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചുരണ്ട. ഇതൊരു കുടലാണ്, വലിയ മൂലക്കുടൽ എന്നൊക്കെ പറയും. ഓക്കെ. പോട്ടിയും ഇറച്ചിയാണ് പൂളിയും പോട്ടിയും ചക്കാന്നൊക്കെ പറഞ്ഞിട്ടിക്കണില്ല. പക്ഷെ ഇത് ഇത്രയും കഷ്ടപ്പെടണോണ്ടാണ് ഇത്രയും ടേസ്റ്റ് വരുന്നത്. കഷ്ടപ്പെട്ട് നേടിയെടുത്ത് എല്ലാം ടേസ്റ്റ് ആണല്ലോ. അതേ പറയേ. ഞാൻ നെയ്യോ ഇത് കാണിച്ചു തരാം. ഇത് ഇതേപോലെ ഇത് കുടലല്ലേ. ഇങ്ങനെ ഇതിപ്പത്തെ പുതിയ തലമുറക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയൂല. അവർക്ക് അറിയില്ലായിരിക്കൂല. അറിയായിട്ടല്ല, ഇപ്പത്തെ കുട്ടികൾ തന്നെ ഭയങ്കര അറപ്പ് ഇതാണ്. അങ്ങനെ അറപ്പുള്ള കുട്ടികളാണ്. പണ്ടത്തെ കുട്ടികളാണ് ഇത് കണ്ട് നമ്മളമ്മമാരിതൊക്കെ ചെയ്യണ കണ്ട് കാണ്ട് വന്നത്. ഇപ്പൊ എനിക്കൊരു പെൺകുട്ടിനെ ഞാൻ അത് ചെയ്യണ കണ്ട് കാണ്ട് എന്റെ കുട്ടി ചെയ്തോണെന്ന് എനിക്കൊരു ഉറപ്പില്ല. പൊന്നിനൊക്കെ ഭയങ്കര അറപ്പാണ്. ഇത് ക്ലീനായി.
ഇത് നിങ്ങളപ്പോ പെട്ടിറച്ചൊക്കെ വാങ്ങി ഇതേപോലെ ക്ലീൻ ചെയ്ത് നിങ്ങളെ ഇതിപ്പോ ഇങ്ങനെ ഇപ്പൊ കുടലിവിടെ വരലില്ല. അപ്പൊ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചോണ്ടാന്നറിയില്ല എനിക്ക് ഇവിടെ കുടല് കിട്ടിയതില്ല. മനസ്സ് ഞാൻ മുൻകൂട്ടി കാണൂലേ. അങ്ങനല്ല. ഇപ്പൊ വാ പറഞ്ഞേ നിങ്ങളല്ല പറഞ്ഞേ ഓലിടുന്ന ഞാൻ കണ്ടിട്ടില്ലാന്ന്. അപ്പൊ ഇത് ഓല് എന്തേന്നാ വിട്ടത് ഒന്നും ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ ഈ കുടല് കിട്ടണത്. അത് ശരി. ഏതായാലും അവര് ചെയ്തതേ ഉപകാരപ്പെട്ടു. ഞാൻ പറഞ്ഞ ഓല് കേട്ടീന്നാ. അതെ, ചെയ്തു ഉപകാരപ്പെട്ടു. അവരിപ്പോ നമ്മളെ പറ്റിച്ചു വിട്ടാവും. ചില ചക്കന്റെ കൂടെ കുടല് ചക്കയും കുടലും. അപ്പൊ നിങ്ങളെ ഭർത്താക്കന്മാർക്കൊക്കെ ഉണ്ടായി കൊടുത്തോണ്ടേ അവർക്ക് നല്ല ഇഷ്ടമാവും. ഇതുപോലൊക്കെ ക്ലീൻ ചെയ്ത് ഉഷാറാക്കി നമ്മളവിടെ ഇങ്ങനെ പെട്ടിറച്ചി റെഡിയാക്കി ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ ഒന്ന് ചോളൊക്കെ ഒന്ന് പറിക്കാൻ പറഞ്ഞാണ് കുട്ടിമാരോട് എന്നോടും കൂടി ട്ടാ. അപ്പൊ ചോളം ഇങ്ങനെ പറിച്ചുകൊണ്ട് നടക്കൂല. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇന്നലെ തന്നെ അവള് ബാക്കി പണിയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ചുള പറിച്ച് അതിന്റെ കുരു കളയുന്നുള്ളൂ. കുരു കളയണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുരും കൂടി കളഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ഇതുണ്ടല്ലേ ഒക്കെ കുരു പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ക്ലീൻ ചെയ്ത് നെയ്യൊക്കെ വേറെത്തി വേവിക്കട്ടെ. ആദ്യം തിളപ്പിക്കണം. തിളപ്പിക്കട്ടെ. അപ്പൊ ചക്ക അരിഞ്ഞ് തീ വെച്ച് പെട്ടിറച്ചി തിളപ്പിക്കാൻ വെച്ചു. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നാളെ ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം കൂടി ഇട്ടിട്ടാണ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാ. അപ്പോൾ ഭാവിയും കുട്ടിമോനും ഒക്കെ ജുമക്ക് പോയി. ഇവൻ അതിൻ്റെ ഇടയിൽ കൂടി മാങ്ങ വെറുക്കാൻ പോയി. നേരം വയ്ക്കുക. അവർ മാറ്റിയപ്പോൾ അവർ മാറ്റി ഒരുങ്ങിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഓന് കുളിച്ച് ഒരുങ്ങുമ്പോൾ ബാങ്ക് കൊടുത്താകെ പള്ളിൻ്റെ ടൈം വയ്ക്കും. അപ്പോൾ അവർ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നാളത്തെ വീഡിയോ അതുണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.